السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, പരലോകം ഭയാനകതയുള്ള ലോകമാണ്. സൂര്യൻ നമ്മുടെ തൊട്ടുമുകളിൽ ഉദിച്ചു നിൽക്കുകയും മനുഷ്യരെല്ലാം വിയർപ്പിൽ മുങ്ങിത്താഴുകയും ചെയ്യുന്ന അങ്ങേ അറ്റം ദുഷ്കരമായ അവസ്ഥയിലുള്ള പരലോകം. എല്ലാവരും എന്താകും എന്റെ അവസ്ഥ എന്നാലോചിച്ച് അസ്വസ്ഥരാകുന്ന പരലോകം. പ്രവാചകർ പോലും നഫ്സി നഫ്സി എന്ന് വിലപിക്കുന്ന പരലോകം. നാമും നമ്മുടെ അമലുകളും മാത്രമാകുന്ന ആ ലോകത്ത് നമുക്ക് താങ്ങായി തണലായി നമുക്ക് ശുപാർശകരായി നാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നോമ്പ് എട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. عن عبد الله بن عمرو أن رسول الله صلى الله عليه وسلم قال الصيام والقرآن يشفعان للعبد يوم القيامة. നോമ്പും ഖുർആനും ഖിയാമത്ത് നാളിൽ അതിന്റെ ആളുകൾക്ക് ശുപാർശകരായി എത്തുന്നതാണ്. يقول الصيام أن رب منعته الطعام والشهوات بالنهار فشفعني فيه. എന്നിട്ട് നോമ്പ് പറയും, നാഥ, ഞാൻ ഇയാളെ പകലിൽ അന്നപാനീയങ്ങളിൽ നിന്നും ഇച്ഛകളിൽ നിന്നും തടഞ്ഞു നിർത്തി. അതിനാൽ ഇയാളുടെ കാര്യത്തിൽ എന്റെ ശുപാർശ സ്വീകരിച്ചാലും. ആരോരും സഹായിക്കാനില്ലാത്ത, ആരും നമുക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കാനില്ലാത്ത ആ ലോകത്ത് നാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നോമ്പ് നമുക്ക് വേണ്ടി, നമ്മുടെ നരകമോചനത്തിനു വേണ്ടി, നമ്മുടെ സ്വർഗ പ്രവേശനത്തിനു വേണ്ടി അല്ലാഹു തആലയുടെ സമീപത്ത് ശുപാർശ ചെയ്യുമെന്നാണ് ഈ വചനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ടാവണം വിശുദ്ധ റമദാനിലെ നമ്മുടെ നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നോമ്പും മറ്റു നന്മകളെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.